കേസിൽ ശിക്ഷാവിധി ഇന്ന്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കേസിലെ ഏക പ്രതി സന്ദീപ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. 2023 മെയ് 10 പുലർച്ചെയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ പ്രതി കുത്തിക്കൊലപ്പെടുത്തിയത്. എസ് ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, എന്താണ് ഈ കൊടും ക്രൂരതയ്ക്കുള്ള ശിക്ഷ എന്നുള്ളത് കേരളം ഉറ്റുനോക്കുകയാണ്. കേരളത്തെ ഞെട്ടിച്ച കേസാണ്. അതിന്റെ ശിക്ഷാവിധി എത്ര മണിയോടുകൂടി പ്രതീക്ഷിക്കണം ജയശങ്കർ? ഗുഡ് മോർണിംഗ് ടി കെ ആര്യ. എന്തായാലും 11 മണിക്ക് തന്നെ കൊല്ലത്തെ കോടതി കേസുമായി ബന്ധപ്പെട്ട വിധി പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിശദമായ വാദം ഈ ശിക്ഷാവിധി സംബന്ധിച്ച കഴിഞ്ഞ ദിവസം കോടതിയിൽ നടന്നിരുന്നു. പ്രോസിക്യൂഷൻ അപൂർവമായ കേസായി പരിഗണിച്ച് പ്രതി സന്ദീപിന് വധശിക്ഷ തന്നെ നൽകണമെന്ന ഒരു നിലപാടാണ് കോടതിയിൽ ഉന്നയിച്ചത്. പക്ഷേ പ്രോസിക്യൂഷൻ ഇതിനെ എതിർത്തു. പ്രതി ആ സമയത്ത് മാനസിക പ്രശ്നമുള്ളതിനാലാണ് ഇക്കാര്യം ചെയ്തത്, പശ്ചാത്താപമുണ്ട് പ്രതിക്ക് എന്നാണ് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. എന്തായാലും വിശദമായ വാദങ്ങൾ നടന്നു. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് കൃത്യമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ട്. 22 തൊണ്ടിമുതലുകളും 207 രേഖകളും ഉൾപ്പെടെ ഉള്ള തെളിവുകൾ കോടതിക്ക് മുന്നിൽ ഹാജരാക്കി. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായൊരു ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രോസിക്യൂഷൻ എന്തായാലും ഈ സംഭവമായി കരുതുന്നത്. വിശദമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് എന്തായാലും 2 വർഷവും 10 മാസവും കഴിയുമ്പോൾ ഈ കേസിൽ ഇന്ന് എന്തായാലും ശിക്ഷാവിധി കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി വിധിക്കാൻ പോകുന്നു. 11 മണിയോട് തന്നെ കോടതി കൂടും. ആദ്യം തന്നെ ഈ കേസിലെ വിധി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആര്യ. ശരി, എസ് ജയശങ്കർ ജയശങ്കർ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. എന്തായാലും കേരളത്തെ ഞെട്ടിച്ച കേസാണ്. അതിൽ സമാനതകളില്ലാത്തൊരു കേസായിരുന്നു. അത്തരത്തിൽ നമ്മളെയൊക്കെ ചികിത്സിക്കാൻ വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറെ ചികിത്സ തേടിയെത്തിയ ഒരു പ്രതി കുത്തിക്കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ കേരള മനസാക്ഷിയെ തന്നെ അന്ന് ആ സംഭവം ഞെട്ടിച്ചിരുന്നു. അതെ, അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് വധശിക്ഷ നൽകണം എന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്.